ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മട്ടർ മസാല. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് 600 ഗ്രാം പനീറാണ്. അത് ഫ്രോസൺ പനീറായിരുന്നു. ഞാനത് വെള്ളത്തിലിട്ട് അത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറ്റിയിട്ടുള്ള പനീറിൻ്റെ ക്യൂബ്സാണ്. പിന്നെ അതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് മട്ടർ, നമ്മൾ ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ആണ്. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം. പിന്നെ അതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ചെറിയ തക്കാളി എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്കായിട്ട് ഓണിയൻ, സവാള, ഇത് സ്ക്വയർ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് താളിക്കാൻ പോവുകയാണ്. അതിലേക്കായിട്ടാണ് ഞാൻ ഈ ജീരകം എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, 3 വറ്റൽമുളക്, പിന്നെ 3 കരയാമ്പൂവ്, 3 ഏലക്ക, പിന്നെ ചെറിയൊരു സിന്നമണിൻ്റെ സ്റ്റിക്ക്, പിന്നെ ഒരു ബേ ലീഫ്. ഇത്രയാണ് നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ കാഷ്യൂനട്ട് ഒരു 9-10 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികൾ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ടർമറിക് പൗഡർ, പിന്നെ ഇത്തിരി മസാലപ്പൊടി, പിന്നെ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം, ഇത് കുറച്ച് കടലമാവ്, 1 ടീസ്പൂൺ കടലമാവ്, പിന്നെ കസൂരി മെത്തി. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ ഐറ്റംസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ജീരകമാണ്. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഈ ഐറ്റംസുകൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. സിന്നമൺ, ഏലക്കായ, കരയാമ്പൂവ്, ബേ ലീഫ്, പിന്നെ 2 ചെറിയ വെളുത്തുള്ളി, ഇഞ്ചിയുടെ കഷ്ണം, വറ്റൽമുളക്. നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്കായി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള സ്ക്വയർ പീസായിട്ടാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. കാരണം നമുക്കത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പിന്നെ ചെറിയ പീസുകളാക്കണമെന്നില്ല. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചൊരു കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഒരുവിധം നമ്മൾ വഴണ്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ വഴറ്റി വെച്ചത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിൽ ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്ക് പേസ്റ്റായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നാം അതിലേക്ക് എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാനതിലേക്ക് എടുത്തു വെച്ച കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ, പിന്നെ മസാലപ്പൊടി നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഞാൻ എടുത്തു വെച്ച ആ കടലമാവ്, 1 ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഇനി അതിലേക്ക് ഞാനിവിടെ അരച്ച് വെച്ച ആ ഗ്രേവി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിക്കാം. ഞാൻ എടുത്തു വെച്ച ഗ്രേവിയിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്നൊരു 2 മിനിറ്റ് നേരം ഒന്ന് ഇതിൽ കിടന്ന് ഒന്ന് വേവിക്കാം. ഞാനതിലേക്ക് അല്പം വെള്ളം കൂടി ഇത് കഴുകിയത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ച പനീറിൻ്റെ ക്യൂബുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ എടുത്തു വെച്ച കസൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണ്.
ഇനി നമ്മൾ അവസാനം അതിലേക്ക് ഞാനൊരു 100 ഗ്രാം ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അവസാനം ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് മെൽട്ടായി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പനീർ മട്ടർ മസാല റെഡി. അപ്പോൾ നമ്മളുടെ ഈ പനീർ മട്ടർ മസാല നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നല്ല നാണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.